ക്രിസ്തു മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഓരോ ഭക്തന്മാരുടെയും ജീവിതത്തിലുള്ള കുരിശ് അത് ശരീരത്തിൽ ധരിക്കാനുള്ള കേവലം ഒരു ആഭരണ വസ്തുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർമ്മ ദിനങ്ങളിൽ ചുമക്കുന്ന ഭാരമേറിയോ മരക്കുരിശോ അല്ല. അത് ഞാൻ കുറെ വിശദീകരിച്ചിരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ വിപരീത സ്വാധീനം ചെലുത്തുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗമോ അതുപോലെയുള്ള ഏതെങ്കിലും അംഗവൈകല്യവുമല്ല ആ കുരിശ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിരുന്നു. ഓരോ ദൈവഭക്തന്റെയും ക്രൂശ് അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദവും ദൈവഹിത പ്രകാരവുമായുള്ള ഒരു ജീവിതമാണ്. അതാണ് ക്രൂശ് അനുഭവം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ദൈവഹിത പ്രകാരമുള്ള ഭൗതികമായ പ്രതിസന്ധികൾ വന്നേക്കാം, കഷ്ടങ്ങൾ വന്നേക്കാം. ഇതൊക്കെ വന്നാൽ പോലും തികഞ്ഞ ദൈവിക സമാധാനത്തിൽ പൂർണ്ണ സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഓട്ടം തികയ്ക്കാനാകുമെന്നുള്ള വലിയ വാക്തത്വവും ഉറപ്പും നമ്മുടെ കർത്താവ് അതിൽ കൊണ്ട് നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു സഞ്ചരിച്ച കുരിശിന്റെ പാത അത് പിതാവിന് പ്രസാദമുള്ളതായിരുന്നു, അല്ലെ? അത് എത്രമാത്രം ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മൾ ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ദൈവഹിതത്തെ പൂർണ്ണമായി നിവർത്തിക്കുന്നതുമായിരുന്നു ആ കർത്താവ് ചെയ്തെടുത്ത ആ ക്രൂശിന്റെ പാത. അത് കാൽവരിയിലെ മരക്കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് സ്വന്തം തോളിൽ തല ചായ്ച്ച് ആത്മാവിനെ പിതാവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് തൊട്ടു മുമ്പായി നിവൃത്തിയായി എന്ന് പറയുന്നത് വരെയുള്ള ആ അനുഭവങ്ങൾ എല്ലാം തന്നെ ആ ക്രൂശ് അനുഭവത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. കേവലം ആ കുരിശിൽ കിടക്കുന്ന ചില സമയം മാത്രമല്ലായിരുന്നു, അത് മുഴുവൻ കർത്താവിന്റെ ആ ക്രൂശ് അനുഭവം തന്നെയായിരുന്നു. യേശു കർത്താവിനെ തന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ കുരിശിന്റെ മാർഗത്തിൽ നിന്ന് തടയാൻ ശ്രമിച്ച പിശാചും പിന്നീട് പത്രോസും ചെയ്തത് ആ വലിയ ദൈവികതത്തെ എതിർക്കുകയായിരുന്നു. അതിനെയാണ് അവിടെ ശാസിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പത്രോസിന് അന്ന് പറ്റിയ ആ തെറ്റ് തിരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ലെങ്കിൽ അവൻ എന്നേക്കുമായി ശപിക്കപ്പെട്ടു പോകുമായിരുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, യൂദ അത് ശാപത്തിൽ പോയത് നമുക്കറിയാം. അതുപോലെ തന്നെ പത്രോസിനും ആ തിരുത്തി മടങ്ങി വരാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അതുപോലെ തന്നെ ശപിക്കപ്പെട്ടു പോകുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ദൈവഹിതത്തെ തിരിച്ചറിയാതെ പോകുന്നതിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള ആ ദൈവഹിതത്തിന് നമ്മൾ തടസ്സമായി നിൽക്കുന്നവരിലും അങ്ങനെയൊക്കെ ചെയ്യുന്നവരിൽ ദൈവിക പ്രസാദം ഉണ്ടാവില്ല എന്നുള്ളത് നാം അറിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവഹിതമുണ്ട്, നാം അതിനെ തിരിച്ചറിയാതെ നാം അതിനെ അവഗണിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ദൈവഹിത പ്രകാരം പോകുന്ന ചിലവരെ തടയുന്നതിലും ദൈവത്തിന് പ്രസാദം ഉണ്ടാവില്ല എന്നുള്ളത് നാം അറിയട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ആരും യേശുക്രിസ്തുവിന്റെ മരക്കുരിശോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ കുരിശ് ചുമക്കേണ്ട. അതിനെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിൽ ഒരു സഹതാപം കാണിക്കുവാൻ നമുക്ക് കഴിയില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. നന്ദിയോടെ കർത്താവ് ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശുക്രിസ്തു കാൽവരി വരെയുള്ള ആ കുരിശിന്റെ പാതയിലൂടെ നടന്നു. അതിലൂടെ നമുക്ക് ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടുവാൻ ഒരവസരം ലഭിച്ചു. അതേസമയം യേശു കർത്താവിന്റെ ജീവിതത്തെ നാം പഠിക്കുമ്പോൾ, നാം നമ്മുടെ കുരിശുമായി പോകുമ്പോൾ പ്രയാസം തോന്നുമ്പോൾ, കഷ്ടത തോന്നുമ്പോൾ, ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അതിനെ ധ്യാനിച്ച് ധൈര്യപ്പെടാൻ കഴിയും. ആ നിലയിൽ ആ കുരിശ് നമുക്കൊരു പ്രചോദനമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ധ്യാനിക്കുവാനും അതിനെ ഓർക്കുവാനും അതിൽ ധൈര്യപ്പെടുവാനും ഒക്കെ ഉള്ള ഒരു അവസരമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ യാത്രയിലെ പ്രയാസവേളകളിൽ കർത്താവിന്റെ ക്രൂശ് അനുഭവത്തെ ധ്യാനിക്കുമ്പോൾ നീതീകരിക്കപ്പെട്ട് കർത്താവിനെ അനുകാരികളായി അല്ലെങ്കിൽ തീർന്ന ആ വലിയ പദവികളിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞതും അതിന്റെ പിന്നിൽ കർത്താവ് കൊടുത്തിട്ടുള്ളതുമായ വലിയ വിലയും ഓർക്കുമ്പോൾ പൗലോസ് പറയുന്നത് പോലെ ഈ ലോകത്തിലെ സകലതിനെയും ചവറെണ്ணுവാൻ ദൈവം കൃപ നൽകും. അവിടെയാണ് നമ്മുടെ ക്രൂശിന്റെ പാത അതൊരു യാഥാർത്ഥ്യമായി തീരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആരെങ്കിലും ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കട്ടെ എന്ന കൽപ്പനയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചതാണല്ലോ നമ്മൾ ആ ഭാഗത്ത് നിന്നിട്ട് അതിന്റെ മുന്നിലേക്കായിട്ട് നമ്മൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനെ എപ്പോഴും അനുഗമിച്ചവരെ യേശുവിന്റെ ശിഷ്യന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് നമുക്ക് അതിന്റെ അർത്ഥം അറിയാം. ആ ശിഷ്യന്മാർ എന്ന പദം നമുക്കൊക്കെ വളരെ പരിചിതമായ പദമാണെങ്കിലും ബൈബിളിലേക്ക് നാം ആ പദത്തെ കൊണ്ടുവരുമ്പോൾ, കാരണം നമ്മൾ അവരുടെ ശിഷ്യനാണ്, ആ ഗുരുവിന്റെ ശിഷ്യനാണെന്നൊക്കെ നമ്മളിങ്ങനെ പല രീതിയിലൊക്കെ ആ പദം ഉപയോഗിക്കുമെങ്കിൽ പോലും ബൈബിളിലേക്ക് നമ്മൾ ശിഷ്യന്മാർ എന്ന പദം കൊണ്ടുവരുമ്പോൾ വലിയ പ്രാധാന്യമുള്ള ഒന്നായി മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും കടന്നു പോകേണ്ട ഒന്നാണ് ശിഷ്യത്വം. അത് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശിഷ്യത്വം എന്നത് ക്രിസ്തു മാർഗത്തിലേക്ക് കേവലം
പ്രവേശിക്കുന്ന ഒരു വാതിലല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിൽ പ്രാണനുള്ള കാലത്തോളം പിന്തുടരേണ്ട ഒരു പാതയാണ് ഈ ശിഷ്യത്വം എന്ന് പറയുന്നത്. അതിനെയാണ് ആ ശിഷ്യത്വം എന്ന പദത്തിലൂടെയൊക്കെ നമുക്ക് അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിത അവസാനം വരെയുള്ള ആ പാതയെ പിന്തുടർന്നുകൊണ്ട് ശിഷ്യത്വത്തിന്റെ യഥാർത്ഥ സ്വഭാവം നമ്മൾ വെളിപ്പെടുത്തണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 119 സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം എഴുതി, അതിന്റെ 105 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ആ സങ്കീർത്തന ഭാഗം, ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്ന അതിന്റെ 112 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിന്റെ ചട്ടങ്ങളെ ഇടപെടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എന്റെ ഹൃദയത്തെ ചായ്ച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് പറയുന്നു, അങ്ങനെ പറയുന്നത് പോലെ, ദാവീദ് അവിടെ പറയുന്നത് പോലെ ജീവിതാവസാനം വരെ അതിനെ പിന്തുടരുന്നവനാണ് ഒരു യഥാർത്ഥ ശിഷ്യരെന്ന് നാം മനസ്സിലാക്കാം. യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ഓരോ ഭക്തന്മാരും തങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കേണ്ടത് സ്വർഗത്തിലാകണം എന്നറിയിക്കുന്ന ആ വേദഭാഗം നമുക്ക് പരിചിതമാണല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് പ്രസംഗം കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാണല്ലോ. യേശുക്രിസ്തു തന്റെ ക്രൂശ് അനുഭവത്തിലൂടെ സ്വർഗത്തിൽ സ്വരൂപിച്ച വിലയേറിയ നിധിയാണ് വിശ്വാസത്തിലൂടെ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാർ. നമ്മളൊക്കെ അതിൽ പങ്കാളികളാണ്. ആ ഒരു വലിയൊരു നിധി, കർത്താവ് വലിയൊരു നിധിയായിട്ട് സ്വർഗത്തിൽ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന ആ നിധിയാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് നാം മറന്നു പോകരുത്. അവർക്ക് സ്വർഗത്തിൽ സർവ്വലോകത്തെക്കാളും വിലയുള്ള കർത്താവിന്റെ ഒരു നിക്ഷേപമായി മാറാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ആ നിലയിലാണ് അതിനെ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തങ്ങളുടെ ക്രൂശും എടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ ലോകത്തിന്റെ കണ്ണിൽ നിസാരരും പരിഹസിക്കപ്പെടുന്നവരുമായ ദൈവജനത്തിനും തങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വർഗത്തിൽ സ്വരൂപിക്കാനും കഴിയുന്നുവെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നോക്കുക, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കി. കർത്താവിന്റെ ഒരു നിക്ഷേപമാണ് നമ്മൾ. അതേസമയം നമുക്കും നമ്മുടെ ക്രൂശും എടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ ലോകത്തിന് മുമ്പിൽ ഒരുപക്ഷെ നമ്മൾ നിസ്സാരരായിരിക്കാം, നമ്മൾ പരിഹസിക്കപ്പെടുന്നവരായിരിക്കാം, നമ്മൾ കുറഞ്ഞവരായിരിക്കാം, എങ്കിലും നമുക്കും ചില നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ സ്വരൂപിക്കാൻ നമുക്കും കഴിയുമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്രൂശിന്റെ പാതയിൽ സഞ്ചരിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വില കൊടുക്കേണ്ടി വരും. അതൊക്കെ നമുക്കറിയാം. കൂടുതൽ വിശദീകരിക്കുക, അതൊക്കെ നമുക്കറിയാം. എന്നാൽ നാം ക്രൂശിന്റെ പാതയിൽ കർത്താവിനെ അനുഗമിക്കുമ്പോൾ ദൈവം നമ്മൾ പ്രസാദിക്കുന്നത് നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങുന്നത് വരെ മാത്രമേ അത് നമുക്കൊരു പ്രയാസമായിട്ട് അല്ലെങ്കിൽ അതൊരു വിഷമമായിട്ട് അത് തുടരുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഉണ്ടാകുകയുള്ളൂ. പിന്നീട്, അതായത് കർത്താവ് നമ്മളിൽ നാം കർത്താവിന്റെ ക്രൂശിനെ തിരഞ്ഞെടുത്തു, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു, കഷ്ടതകൾ വന്നു, നാം അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് കർത്താവിന്റെ ആ വലിയ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനും ആസ്വദിക്കാനും തുടങ്ങുമ്പോൾ നാം നഷ്ടപ്പെടുത്തിയെന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ എന്തെല്ലാമാണ് ഉപേക്ഷിച്ചിരിക്കുന്നത് അതെല്ലാം നശിച്ചു പോകുന്ന ചവറും നേടുന്നത് എന്നേക്കും നിലനിൽക്കുന്ന സ്വർഗീയ സന്തോഷമാണെന്ന് നാം തിരിച്ചറിയും. ഇവിടെ നമ്മൾ ആ കോണ്ടക്സ്റ്റിലേക്ക് മടങ്ങി വരുമ്പോൾ പത്രോസിനെ ശാസിച്ചതിനെ തുടർന്ന് തന്റെ ശിഷ്യന്മാരുടെ യേശുക്രിസ്തു ഉപദേശിക്കുന്നതാണല്ലോ അതിന്റെ 16 അധ്യായത്തിന്റെ മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിന്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അവിടെ തങ്ങളുടെ കുരിശ് ചുമന്നുകൊണ്ട് തന്നെ കർത്താവിനെ അനുഗമിക്കുവാനുള്ള നിർദ്ദേശത്തെ യേശുക്രിസ്തു 3 ശക്തമായ പ്രോത്സാഹനങ്ങൾ നൽകി പ്രബോധിപ്പിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 25 വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്: ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഇതേ കാര്യം തന്നെ കർത്താവ് മുമ്പും പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 10 അധ്യായത്തിന്റെ 38-39 വാക്യങ്ങളിൽ ഈ ആശയം തന്നെ അവിടെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്: തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എന്റെ നിമിത്തം എന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തുമെന്നാണ് അവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒന്ന് പോകുമ്പോൾ യഥാർത്ഥത്തിൽ റോമക്കാരുടെ മരണശിക്ഷ നടപ്പാക്കാനുള്ള ഒരു ഉപകരണം എന്ന നിലയിൽ മരണത്തിന്റെ ഒരു പ്രതീകമാണ് ക്രൂശ്. മരണത്തെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്രൂശ് എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് പറയുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ ഭക്തി തോന്നുന്നുണ്ട്, ആ ഒരു അടയാളമായിട്ട് തോന്നുന്നുണ്ട്, അതിനെ ആഭരണമായി ധരിക്കുന്നവരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ അന്ന് കർത്താവ് ഈ ക്രൂശ് വഹിക്കുന്ന ആ കാലഘട്ടത്തിലും പിന്നീട് കുറെ കാലങ്ങളിലേക്കൊക്കെ ആ ക്രൂശ് എന്ന് പറയുമ്പോൾ അതൊരു മരണത്തിന്റെ പ്രതീകമാണ്, അതൊരു ശാപത്തിന്റെ പ്രതീകമായിരുന്നു. ഒരുവൻ ക്രൂശ് എടുക്കുക എന്ന് ആലങ്കാരികമായി പറഞ്ഞാൽ അതിനർത്ഥം സ്വാർത്ഥ ചിന്തകളുടെയും മറ്റു ലൗകിക ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒക്കെ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുടെയും ഒക്കെ മരണത്തിലേക്ക് സ്വമേധയാ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ അതിനെ നേരിടുക, അതിനെ അഭിമുഖീകരിക്കുക എന്ന അർത്ഥത്തിലാണ് ബൈബിളിൽ ക്രൂശ് എടുക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം അടങ്ങിയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ജഡത്തിന്റെ രാഗമോഹങ്ങൾ, അതായത് തങ്ങളുടേതായ ഈ ലോകത്തിൽ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്, നമുക്ക് കടന്നുപോകാൻ കഴിയുന്നത്, നമ്മളെ നേടിയെത്തിയിരിക്കുന്ന ലോക സൗഭാഗ്യങ്ങളൊക്കെ അതിനെ ഒഴിവാക്കുക, അതിനെ നിഷേധിക്കുക. ആ നിലയിലാണ് അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ക്രിസ്തു ഭക്തനെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന വേദനയോ അപമാനമോ പീഡയോ എന്തായാലും അത് സഹിക്കുവാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക എന്നാണ് ഈ വചനത്തിലൂടെ, ഈ വാക്യങ്ങളിലൂടെ അർത്ഥമാക്കുന്നത്. ഇതൊരു ക്രിസ്തു ഭക്തന്റെ ക്രിസ്തുവിനോടുള്ള ശരിയായ മനോഭാവവും ഒപ്പം നമ്മുടെ സ്വയചിന്തകൾ, അതായത് നമ്മുടെ സ്വയചിന്തകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ ലോകത്തിൽ നാം ജഡത്തിലായിരിക്കുമ്പോൾ ഈ ജഡം നമ്മെ പ്രേരിപ്പിക്കുന്ന, ജഡം നമ്മെ കൊണ്ട് കാണിക്കുന്ന ആ ചിന്തകളോടൊക്കെയുള്ള അതിനെതിരായിട്ടുള്ള ഒരു മനോഭാവം കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഇതിന്റെ അടിസ്ഥാനമിട്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ഒരു വ്യക്തിക്ക് യേശുവിനെ അനുഗമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലോകമോഹങ്ങൾ ഉപേക്ഷിക്കുന്നത് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിത രീതികൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പറയട്ടെ. നമുക്കറിയാം, ചില വ്യക്തികൾ ചില കാരണങ്ങൾ കൊണ്ട് പല വർജനങ്ങൾ അനുഷ്ഠിക്കുന്നത് കാണാം. ചില മതവിശ്വാസങ്ങൾ അതൊക്കെ ഉണ്ടാവും. എന്നാൽ യേശുവിനെ അനുഗമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടും ഒരു പ്രയോജനവുമില്ല എന്നുള്ളതും കൂടെ നാം ഇതിന്റെ കൂടെ മനസ്സിലാക്കുക. നാം ഇതൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടുകളയുന്നത്, ഇതിനെ നാം നിഷേധിക്കുന്നത്, നാം കർത്താവിന്റെ പാത സമർപ്പിച്ച് കർത്താവിനെ അനുഗമിക്കുന്നത് കൊണ്ടാണ്. അതിലാണ് നമുക്ക് ദൈവീയ പ്രസാദം ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ നമ്മുടെ ക്രൂശ് എടുത്ത് യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറാകുന്നതിലൂടെ നമ്മളുടെ ആത്മാവിനെ രക്ഷിക്കുകയാണ്. അതാണ് 25-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ പലരും ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നിലയിൽ മോഹിപ്പിക്കുന്ന ഈ ലോകത്തിലെ ചില സൗകര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുവാൻ പിശാചിന് കഴിഞ്ഞേക്കാം. നമുക്കറിയാം, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആകർഷണീയ കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും നമ്മുടെ കണ്ണിനെ മയക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതൊക്കെ സത്യം തന്നെയാണ്. അതൊന്നും മായയൊന്നുമല്ല. അതൊക്കെ ആ ലോകത്തിന്റെ ആകർഷണീയത പറയുന്നത്, അത് അങ്ങനെ ഒരു ആകർഷീയത ഉണ്ട് അവിടെ, വളരെ ശക്തമായ നിലയിൽ അതവിടെ നിലകൊള്ളുന്നുണ്ട്. അത് പിശാചിന് അത് നൽകാൻ കഴിയും. യേശുക്രിസ്തുവിനും പിശാച് അങ്ങനെ ഒരു വാഗ്ദാനം നൽകി നമുക്കറിയാം. തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അങ്ങനെ ഒരു വാഗ്ദാനം നൽകി പരീക്ഷിക്കുന്ന ഒക്കെ നമുക്കറിയാറുണ്ട്. എന്നാൽ അതൊക്കെ ചെന്ന് അവസാനിക്കുന്നത് നരകത്തിലായിരിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നമുക്ക് ആ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. അതേസമയം യേശു കർത്താവിനെ അനുഗമിക്കുന്നവർ സ്വയം നിഷേധിക്കുകയും ഒപ്പം അതിന്റെ പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അത് അവരെ വരുവാനിരിക്കുന്ന ലോകത്തിലേക്ക്, അതായത് സ്വർഗത്തിലേക്ക് തന്നെ നയിക്കുന്നതാണെന്നുള്ള ആ ഒരു വലിയ സന്തോഷവും അറിവും ആ ആത്മാവിലുള്ള ആ വിവേചനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇനി ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ 25-ാം വാക്യത്തിൽ നമുക്ക് 25-ാം വാക്യത്തിൽ നമ്മളൊന്നുകൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഇങ്ങനെ പറയുന്നു, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഈ വാക്യം നമ്മളെ പ്രബോധിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണത യേശുക്രിസ്തുവിനെ പിന്തുടരുന്നതിലാണെന്നും യേശുവിനെ നിരസിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നതിലൂടെ തങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുകയുമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ലോകത്തിലെ ഏതെങ്കിലും മാർഗത്തിലൂടെ നമ്മുടെ ആത്മാവിനെ രക്ഷിച്ചെടുക്കാൻ കഴിയുകയില്ല പൂർണ്ണമായും. അതായത് ലോകത്തിൽ ഒത്തിരി മാർഗങ്ങളുണ്ട്, ഒത്തിരി തീർത്ഥാടനങ്ങളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിസ്തുവിനെ അനുഗമിക്കാതെ തന്നെ ക്രൂശനുഭവത്തിലൂടെ ലഭിക്കുന്ന അങ്ങനെയുള്ള പീഡകളിലൂടെയും അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നത്, തന്നെത്താൻ കടന്നു പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ നമ്മുടെ ആത്മാവിനെ രക്ഷിച്ചെടുക്കാൻ കഴിയുകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൂർണ്ണമായി കർത്താവിൽ ആശ്രയിച്ച് അവനെ അനുഗമിക്കുവാൻ സമർപ്പിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ഇനി അതിന്റെ 26-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ രണ്ടാമത്തെ പ്രോത്സാഹനം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? അല്ല, തന്റെ ജീവനെ വേണ്ടുകൊള്ളുവാൻ മനുഷ്യന് എന്തു മറുവില കൊടുക്കും? ഈ ലോകത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വിലപിടിപ്പുള്ളതായി മനുഷ്യർ കാണുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ചിലർക്ക് അത് സമ്പത്താണ്. അത് നേടുന്നതിന് ഏതു മാർഗവും സ്വീകരിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് വിധേയനെയും അത് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുക, അതിനുവേണ്ടി നിലകൊള്ളുന്ന അങ്ങനെയുള്ള ഒത്തിരി പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. മറ്റു ചിലർക്ക് അത് വിദ്യാഭ്യാസവും പദവികളും ഒക്കെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് അവർ വലിയ കാര്യമായി കരുതുന്നത്. അവരുടെ ജീവിതത്തിനെ അതിനായി മാറ്റിവെക്കുന്നു. നമുക്കറിയാം, അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ഞാൻ പേരുകൾ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും, ജീവിതം മുഴുവൻ പഠിക്കുവാനായിട്ട്, റിസർച്ച് ചെയ്യുവാനായിട്ട്, അതിൻ്റെയൊക്കെ വലിയ അർത്ഥങ്ങളിലും വലിയ പദവികളിലും എത്തി ഇന്ന് അവരെ അതിനുവേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രശംസിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അവരുടെ ആ സമർപ്പണത്തിന്റെ പേരിൽ സമൂഹം അവരെ പ്രശംസിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി മറ്റു ചിലർ വിലപിടിപ്പുള്ളതായി കാണുന്നത് അധികാരമാണ്.
അധികാരത്തെക്കുറിച്ച് അത് പറയാതെ തന്നെ നമുക്കറിയാമല്ലോ. അധികാരം നേടാനും അത് നിലനിർത്താനുമായി അനേകരെ കുരുതി കൊടുക്കുന്ന, അല്ലെങ്കിൽ അനേകരെ വേദനിപ്പിക്കുന്നവരൊക്കെ അത് ആത്മീയ ലോകത്തിലുമുണ്ട്. അധികാരം നേടുവാൻ വേണ്ടിയൊക്കെ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമുക്കറിയാം. അതൊക്കെ വലിയ വേദനയുള്ള അനുഭവങ്ങളാണെന്ന് അറിയാമല്ലോ പ്രിയമുള്ളവരെ. അത് അവർ വിലയുള്ളതായി കാണുന്നത് അധികാരമാണ്, മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി മറ്റുള്ളവരുടെ മുകളിൽ നിൽക്കുന്ന ആ ഒരു ചിന്തയിൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവ് സർവ്വലോകത്തെക്കാളും വിലപ്പെട്ടതാണെന്നാണ് നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ ആകർഷണീയതകൾ മനോഹരമായി തോന്നുമെങ്കിലും ലോകം ക്ഷണികമാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ 35 വാക്യത്തിൽ ഇപ്രകാരം അരുളി ചെയ്തു: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. നമുക്ക് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഈ അധികാരമാകട്ടെ, സമ്പത്താകട്ടെ, ഫെയിം ആകട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമാകട്ടെ, നല്ല ജോലികളാകട്ടെ, സമൂഹത്തിലെ പേരാകട്ടെ, എന്ത് തന്നെയായാലും അതൊക്കെ ഒഴിഞ്ഞു പോകും. എന്നാൽ എന്റെ വചനങ്ങളെ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് പറയുമ്പോൾ നമ്മളെ ജീവിപ്പിക്കുന്ന ആ വചനം നമ്മുടെ ഉള്ളിൽ ഒരു ജീവനായി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നേക്കും നിലനിൽക്കുമെന്നുള്ളത്, അതാണ് ആ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, സമീപ ഭാവിയിൽ ഒന്നുമല്ലാത്തതായി മാറുന്ന ഒന്നിനു പകരം നമ്മളുടെ നിത്യാത്മാവിനെ കൈമാറുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് ആ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ലോകത്തിൽ നേടുവാൻ പല കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലൊക്കെ സന്തോഷിക്കുവാൻ കാര്യമുണ്ട്. പലപ്പോഴും പലരും അതിനെ അഭിനന്ദിക്കുമായിരിക്കാം, എങ്കിലും അതൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. അതിന് പകരം നമ്മുടെ നിത്യാത്മാവിനെ ആരും നഷ്ടമാക്കരുത്. ഈ ലോകത്തിലെ ഏതെങ്കിലും വ്യക്തിക്കോ സമൂഹത്തിനോ രാജ്യത്തിനോ കഴിയാത്ത അത്ര വില കൊടുത്ത്, നമുക്കറിയാം വലിയ പവറുള്ള രാജ്യങ്ങളുണ്ട്, ഒത്തിരി സമ്പത്തുള്ള വ്യക്തികളുണ്ട്, അധികാരങ്ങളുള്ള വ്യക്തികളുണ്ട്. അതൊക്കെ ആ നിലയിലൊക്കെ നമുക്ക് പലരെയും അറിയാം. അവരൊക്കെ പല രീതിയിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അനേകരെ ജയിലിൽ നിന്ന് വിടുവിക്കുന്നു, അനേകരുടെ കടബാധ്യതകൾ മാറ്റുന്നു, അനേകരെ കൈപിടിച്ചുയർത്തുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ രാജ്യത്തിനോ കഴിയാത്തത്ര ഒരു വലിയ വില കൊടുത്ത് യേശുക്രിസ്തു നമ്മളെ വാങ്ങിയതിനാൽ നാം സർവ്വലോകത്തെക്കാളും വിലയേറിയവരായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മനുഷ്യരെ കൊണ്ട് കഴിയില്ല, ലോകത്തിൽ ഒരു വ്യക്തിക്ക് കൊണ്ട് കഴിയത്തില്ല. പ്രിയമുള്ളവരെ, നാം നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ക്രൂശിന്റെ പാതയെ അവഗണിക്കുകയാണെങ്കിൽ ആ വലിയ പദവിയിൽ നിന്നുള്ള നമ്മുടെ ആ അധപ്പതനം അത് വിവരിക്കാനാവാത്ര വലുതാണ്. അത് ഒരുപക്ഷെ ഈ കാലത്തെ ആത്മീയ ലോകത്തെ കൂടി ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ആ ക്രൂശിന്റെ പാതയെ ഒഴിഞ്ഞു പോകാനുള്ള ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളെ വഴിതിരിച്ചു വിടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ക്രൂശിന്റെ പാതയെ അവഗണിച്ച് നാം പോവുകയാണെങ്കിൽ, അതിനെ നാം കാണാതെ പോവുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ വലിയ പദവിയിൽ നിന്ന് അതിൽ നിന്ന് തള്ളിയിടുന്ന അനുഭവങ്ങളാണ് അതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ആ അധപ്പതനം വിവരിക്കാനാവാത്ര വലുതാണെന്നുള്ളത് കൊണ്ടൊന്ന് നാം ഓർക്കുക. യേശു കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് ഈ വേദഭാഗത്തുള്ള മൂന്നാമത്തെ പ്രോത്സാഹനം അതിന്റെ 27 വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ വാക്യം വായിക്കട്ടെ. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ വിശുദ്ധ ദൂതന്മാരോടൊപ്പം മഹത്വത്തിൽ മടങ്ങി വരുമ്പോൾ യേശുവിനെ ക്രൂശുമെടുത്ത് അനുഗമിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നതിനെ കുറിച്ചാണ് ഈ വാക്യം പ്രതിപാദിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ പിന്തുടരുന്നത് പൂർണ്ണമായും നിസ്വാർത്ഥമായിരിക്കും. നമ്മളത് കേട്ടിട്ടുള്ളതാണ്, അങ്ങനെയുള്ള ചിന്ത. കർത്താവിനെ പിന്തുടരുമ്പോൾ പ്രതിഫലം ഒന്നുമില്ലാതെ നമ്മൾ വല്ലവർക്കും വല്ലതും നമ്മൾ എന്തെങ്കിലും നമ്മുടെ കൈകളിൽ നമ്മൾ വലത് കൈ ഇടത് കൈ അറിയരുതെന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നത് മറ്റാരും അറിയരുതെന്നുള്ളൊക്കെ അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ പിന്തുടരുന്നത് ഏതെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് നാം കർത്താവിനെ പിന്തുടരുന്നത്, അതായത് നിസ്വാർത്ഥമായിരിക്കണം എന്ന ചിന്തയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ഒരു മോശം കാര്യമാണെന്ന് ചിന്തിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അതായത് ആത്മീയ ലോകത്തിലുണ്ട്. ഈ വചനം പഠിക്കുന്ന വേദപഠിതാക്കളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രതിഫലത്തിന് വേണ്ടി കർത്താവിനെ അനുഗമിക്കരുത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നടന്ന ക്രൂശ് അനുഭവത്തിന്റെ തണലിലാണ് നമുക്കും നമ്മുടെ ക്രൂശും എടുത്ത് അവനെ അനുഗമിക്കുവാനും ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടുവാനും ഇടയായത്. കർത്താവ് ആ ക്രൂശ് എടുത്ത് അങ്ങനെ ഒരു യാത്ര ചെയ്തില്ലെങ്കിൽ നമുക്ക് ക്രൂശ് എടുക്കാൻ ഒരു അവസരവുമില്ല, ക്രൂശ് എടുക്കാൻ ഒരു ചാൻസും ഇല്ല. ഒരു സ്വർഗത്തിൽ അല്ലെങ്കിൽ ഒരു നിക്ഷേപത്തെ സ്വരൂപിക്കാനും നമുക്ക് കഴിയത്തില്ലായിരുന്നു. കർത്താവ് ഒരു ക്രൂശ് എടുത്തു. ആ ക്രൂശ് എടുത്തു പോയ ആ ഒരു വലിയ അതിന്റെ ഒരു തണൽ, അതിന്റെ ഒരു കീഴ്പ്പാട്, അതൊരു പാതയിലൂടെ, ആ മാതൃകയിലൂടെയൊക്കെയാണ് നാമും നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. യേശു കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും വിടുതലിന് വേണ്ടി കടന്നുപോയ ആ ക്രൂശിന്റെ വിലയും പ്രാധാന്യവും ഓർക്കുമ്പോൾ, അതായത് കർത്താവ് കടന്നുപോയ കർത്താവിന്റെ മഹത്വത്തെ ഓർക്കണം. കർത്താവ് ഏത് പദവിയിൽ നിന്നാണ് ഈ താഴേക്ക് വന്നതെന്ന് ഓർക്കണം. വന്നിട്ട് നമ്മുടെ ഇടയിൽ താമസിച്ചുകൊണ്ട് അവൻ സഹിച്ച കഷ്ടപ്പാടുകളെ ഓർക്കണം. ആ
കഷ്ടപ്പാടുകളുടെ മധ്യേ അവൻ ആ കടന്നുപോയ ആ ക്രൂശിന്റെ വിലയും അതിന്റെ പ്രാധാന്യം എന്തിനു വേണ്ടി അത് ചെയ്തു എന്നുള്ളതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ക്രൂശ് അനുഭവത്തിന് പകരമായി നമുക്കൊന്നും തന്നെ ദൈവത്തോട് ചോദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു സത്യമാണ്. ഓക്കെ കർത്താവ്, ഞാൻ ക്രൂശ് എടുത്ത് നിന്നെ അനുഗമിച്ചു, ഇന്ന കഷ്ടപ്പാടുകളിലൊക്കെ ഞാൻ കടന്നുപോയി, എനിക്ക് പകരമായി അത് നൽകണമെന്ന് പറയുവാൻ കർത്താവ് കൊടുത്ത വിലയെ ഓർക്കുമ്പോൾ നമുക്ക് കഴിയില്ല, നമുക്ക് അതിനുള്ള അർഹതയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എങ്കിലും സ്വർഗത്തിലെ ഒരു മഹത്തായ ഒരു പ്രതിഫലം ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ അർഹതയില്ലെങ്കിൽ പോലും ദൈവം ഒരു വലിയ വാഗ്ദത്തം ദൈവം അതിനുവേണ്ടി നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് ഒരു മഹത്തായ പ്രതിഫലം തന്നെ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ക്രൂശ് അനുഭവത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുമെങ്കിൽ, അത് വിശ്വസ്തയോടെ പൂർത്തീകരിക്കുവാനായി നാം മനസ്സ് വെക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ മനസ്സ് വെക്കുമെങ്കിൽ, അല്ലെങ്കിൽ വെക്കുന്നതിലൂടെ നാം ആത്മാവിൽ ചില നിക്ഷേപങ്ങളെ സ്വർഗത്തിൽ സ്വരൂപിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്. അതായത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ചില പ്രതിഫലങ്ങൾ, കർത്താവിന്റെ വരവിൽ ചില പ്രതിഫലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ അത് നേടുന്നത് നമുക്ക് പിൽക്കാലം കാണാം. അതാണ് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത്. നാം ക്രൂശ് അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, കർത്താവിനെ അനുസരിക്കുമ്പോൾ, കർത്താവ് പറഞ്ഞതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വലിയ പ്രതിഫലങ്ങൾ അതിനൊപ്പം നമുക്ക് വേണ്ടി സ്വരൂപിക്കുകയാണ്. ഓരോ കഷ്ടതകളും ഒക്കെ ഓരോ പ്രതിഫലമായി സ്വർഗത്തിൽ സ്വരൂപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് വിശ്വസ്തയോടും തന്നെ അനുഗമിച്ചവരുടെ എല്ലാ ലജ്ജയ്ക്കും ദുഃഖത്തിനും പ്രതിഫലം നൽകുകയും അവരെ തന്റെ ആ വലിയ രാജ്യത്തിലേക്ക്, ആ മഹത്വമുള്ള രാജ്യത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വാക്യം എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. യേശു കർത്താവ് മഹത്വത്തിൽ വരുമ്പോൾ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് കൊടുക്കുന്നതെന്ന്, അല്ലെങ്കിൽ പകരം നൽകുന്നതെന്ന് അവിടെ ആ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ. നീതിമാന്മാരെ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് സ്വീകരിച്ച് മഹത്വവും സന്തോഷവും നൽകുമെന്ന് ആ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിനാൽ നീതീകരിക്കപ്പെട്ടവരെന്ന് ഉറപ്പിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നതിൽ ഒരിക്കലും നഷ്ടം വരികയില്ല. അത് ലാഭമേ ഉള്ളൂ, ലാഭം മാത്രമേ ഉള്ളൂ എന്നുള്ളത് നാം അറിയട്ടെ. വലിയ പ്രതിഫലം അതിനുണ്ട്. അതേസമയം ദുഷ്ടന്മാരെ അവരുടെ ദുഷ്പ്രവൃത്തികൾക്കുള്ള ആ പ്രതിഫലമായി നരകത്തിലേക്ക് അയക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തു ഇപ്രകാരമുള്ള ഒരു ന്യായവിധിക്കായി ഈ ലോകത്തിലേക്ക് വരുമെന്ന ഒരു വസ്തുത, അതൊരു സത്യമാണ്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ നീതിമാന്മാരായവർക്ക് മഹാസന്തോഷമാണ്, അവർക്ക് പ്രതിഫലം ലഭിക്കും, അവർ കർത്താവിനോടുകൂടി ആയിത്തീരും. എന്നാൽ ദുഷ്ടത ചെയ്യുന്ന ദുഷ്പ്രവർത്തിക്കാർ, അവർ അതുവരെ അത് അറിയുന്നില്ല. എന്നാൽ അത് അവർ അന്ന് അറിയും. അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന മഹാന്യായവിധിയെ അവർ അത് ഗ്രഹിക്കുമെന്നുള്ള ആ വലിയ വസ്തുത, അത് നാം അറിയുമ്പോൾ നാം നമ്മെ തന്നെ ത്യജിച്ച് നമ്മുടെ കർത്താവിനെ അനുഗമിപ്പാൻ തയ്യാറാകേണ്ടതിന് ഒരു കാരണവും, കർത്താവിനെ അനുഗമിക്കുന്നത് നമുക്കൊരു പ്രോത്സാഹനവുമായിട്ടാണ് ആ വാക്യം അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ അതിന്റെ 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നുള്ള വാക്യം. ഈ വാക്യത്തെ കൃത്യമായി വിശദീകരിക്കുന്നതിൽ വേദപണ്ഡിതാക്കളുടെ ഇടയിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ കാരണം മരണം ആസ്വദിക്കാതെ, അല്ലെങ്കിൽ മനുഷ്യപുത്രന്റെ രാജ്യത്തിൽ വരുമ്പോൾ ആ വാക്യത്തെ വിശദീകരിക്കുക അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നതിലുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലോ പെന്തക്കോസ്തിലോ ദൈവരാജ്യ ശക്തിയോടെ വരുന്നത് ശിഷ്യന്മാർ കാണുമെന്നുള്ള അഭിപ്രായമാണ് ഇവിടെ ഏറ്റവും അനുയോജ്യമായത്. ഞാൻ മറ്റുള്ള അഭിപ്രായങ്ങൾ ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ ഒരു അഭിപ്രായമാണ് നമുക്ക് എടുക്കാൻ എനിക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നിയത്. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നു എന്നുള്ള ഇവിടുത്തെ പ്രസ്താവന ഭൂമിയെ ഭരിക്കുവാനുള്ള തന്റെ രണ്ടാം വരവിനെ അല്ല സൂചിപ്പിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുക. പ്രത്യുത തന്റെ മരണം, പുനരുദ്ധാനം, സ്വർഗാരോഹണം എന്നീ സംഭവങ്ങളുടെയും പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിലൂടെയും തന്റെ രാജ്യം സ്ഥാപിക്കുന്നതിനെയും കുറിച്ചാണ് യേശുക്രിസ്തു ഇവിടെ സംസാരിക്കുന്നത്. അതിനെയാണ് യേശുക്രിസ്തു ഇവിടെ വ്യക്തമാക്കുന്നത്. യേശുക്രിസ്തു ശിഷ്യന്മാരായ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതായി ഇതിന്റെ തൊട്ടടുത്ത 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 16-ാം അധ്യായത്തിൽ ഈ സംഭാഷണങ്ങൾക്ക് ശേഷമാണ് ആ 17-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പത്രോസിനെ സത്താനെ വിട്ടുപോകുന്നൊക്കെ പോലെ ശാസിച്ച് ശിഷ്യന്മാരെ ഉപദേശിച്ച ശേഷം കർത്താവ് പത്രോസിനെ തന്നെയാണ് കൂട്ടിക്കൊണ്ടത്. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെ തന്നെയാണ് ആ വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് യേശു കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ആ സമയത്ത് മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായും ശിഷ്യന്മാർ കണ്ടു. അതിലേക്ക് ഞാൻ കൂടുതൽ വിശദീകരിക്കില്ല. ആ ഒരു പശ്ചാത്തലം അവിടെയുണ്ട്. അതിനെക്കുറിച്ച് പിൽക്കാലത്ത് തന്റെ ലേഖനത്തിൽ പത്രോസ് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. 2 പത്രോസ് 1:16 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: ഞങ്ങൾ നമ്മുടെ
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിക്കുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് അത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദവും അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ് ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടി വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. ഈ വാക്യവും ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിള്ളേര് പത്രോസിന്റെ ആ അനുഭവം ഇതിന്റെ തൊട്ട് ചേർന്ന് കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കാലത്ത് തന്നെ ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട് അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതും ആത്മാവിൽ സ്ഥിരീകരിച്ചതുമായ 3 കാര്യങ്ങളുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രി ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കാലത്ത്, കാരണം ചിലർ മരണം കാണുകയില്ല എന്ന് കർത്താവ് 16-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുമ്പോൾ, ആ ശിഷ്യന്മാരുടെ ജീവിത കാലത്ത് തന്നെ അവർ ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട് അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടത്, അതുപോലെ തന്നെ ആത്മാവിൽ സ്ഥിരീകരിച്ചമായ ചില കാര്യങ്ങൾ. ഒന്ന്, മഹത്വമുള്ള അല്ലെങ്കിൽ കർത്താവിന്റെ മഹത്വമുള്ള പുനരുദ്ധാനത്തിന്റെ സാക്ഷികളാകുവാൻ അവസരം ലഭിച്ചു. പിന്നെ മഹത്വമുള്ള പുനരുദ്ധാനത്തിന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അവരുടെ എല്ലാം മുന്നിൽ പല തവണ പ്രത്യക്ഷമായി അവരെ ഉയർപ്പിച്ചു. അവരുടെ കർത്താവിന്റെ മാറിലെ ആ വിലാപ്പുറത്തുള്ള മുറിവിൽ കൈയിട്ട് പരിശോധിക്കുവാൻ, വിരലിലെ കയ്യിലുള്ള ആ മുറിവിൽ വിരലിലിട്ട് പരിശോധിപ്പാൻ, അങ്ങനെയൊക്കെ ദൈവം ആ നിലയിൽ അവരെ ഉറപ്പിക്കുന്നത് കാണാനുണ്ട്. ആ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളാകുവാൻ ദൈവം അവർക്ക് അവസരം നൽകി. കൂടാതെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതും അവരുടെ മുമ്പിൽ വെച്ച് തന്നെയാണ്. അതൊക്കെ കാണുവാൻ, അതൊക്കെ അവരുടെ മുമ്പിൽ തന്നെ സംഭവിക്കുവാൻ ദൈവം അവർക്ക് ഇടവരുത്തി. അതൊക്കെ അവരുടെ ആയുസ്സിൽ തന്നെ, അവരുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുവാൻ അവർക്ക് ഇടവന്നു. രണ്ടാമതായി, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതും ശക്തി പ്രാപിച്ചതും അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം. ആ ഭാഗം എങ്ങനെയാണ്? തുടർന്ന് ശിഷ്യന്മാർ അവർക്ക് ആളുമാറിയവരെ പോലെ അവർ നിന്ന് പ്രവർത്തിക്കുന്നതും അവർ കർത്താവിന് പ്രയോജനപ്പെടുന്നതും ക്രൂശിന്റെ പാതയിൽ അവർ സഞ്ചരിക്കുന്നതും ഒക്കെ എത്ര കൃത്യമായി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതും അവരുടെ ആ കണ്ണുകൾ കൊണ്ട്, അവരുടെ ശരീരത്തിലെ കണ്ണുകൾ കൊണ്ട് തന്നെ അവർക്ക് കാണുവാനും അനുഭവിക്കാനും ഒക്കെ കഴിഞ്ഞതാണ്. ഇനി മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത്, സ്വർഗാരോഹണം ചെയ്ത യേശു കർത്താവ് പിതാവിന്റെ വലതു ഭാഗത്തുള്ള തന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ഭരണത്തെ വെളിപ്പാട് പുസ്തകത്തിൽ വിവരിക്കുന്നത്, ആ ഭാഗവും നമുക്കറിയാം. പിതാവിന്റെ വലതു ഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയും നമുക്ക് വേണ്ടി നമ്മളോട് സഹാനുഭൂതി കാണിച്ചുകൊണ്ട് സഹതാപത്തോടെ അവൻ അവിടെ ആയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതും പൗലോസ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിലൊക്കെ തന്നെ വിശദീകരിക്കും നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ യോഹന്നാൻ സിംഹാസനത്തിന്റെ കാഴ്ച വെളിപ്പാട് പുസ്തകത്തിൽ വിവരിക്കുമ്പോൾ അവിടെയും പിതാവിന്റെ സിംഹാസനത്തിൽ നിന്നാണ് ആ പുത്രൻ എഴുന്നേറ്റ് വരുന്നത്, കുഞ്ഞാട് എഴുന്നേറ്റ് വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതും അവരുടെ ആയുസ്സിൽ തന്നെ ആ ദർശനം പ്രാപിപ്പാൻ, ആത്മാവിൽ അതിനെ സ്ഥിരീകരിക്കുവാൻ അവരുടെ ജീവിതത്തിൽ ഇരുന്നു. ഈ നിലയിലൊക്കെയാണ് കർത്താവ് മരണം കാണുകയില്ല എന്നുള്ള അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർത്താവും രാജാതി രാജാവുമായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ വരവിന്റെ ആരംഭം, അതിനായി കാത്തിരിക്കുന്നവർക്കും യേശു കർത്താവിനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാരിൽ പലർക്കും കാണാൻ കഴിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഈ തിരുവചന പഠനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മളുടെ ജീവിതം യഥാർത്ഥ ക്രൂശിന്റെ പാതയിൽ തന്നെയാണോ എന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇന്ന് ക്രൈസ്തവ ലോകത്തിലെ പ്രസംഗകർ, ഞാൻ 1-2 കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, പ്രസംഗകർ തങ്ങളുടെ അനുയായികൾ, ഞാൻ ആ പദം അങ്ങനെ തന്നെ ഉപയോഗിക്കട്ടെ, തങ്ങളുടെ അനുയായികൾ, ക്രിസ്തുവിന്റെ അനുയായികളല്ലേ കൂടുതലും, അവർ തങ്ങളുടെ അനുയായികളെ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുത്തുകയും ആവേശഭരിതരാക്കുകയും ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന, എന്നാൽ ക്രൂശ് അനുഭവത്തിന് നിർബന്ധിക്കാത്ത ഒരു യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പല സഭകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളെ ഒത്തിരി ആവേശപ്പെടുത്തുന്നുണ്ടാവും. നമ്മൾ ഒരു സഭായോഗത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിംഗിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ഒത്തിരി തൃപ്തിപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി അനുഗ്രഹിച്ചു എന്നുള്ള തോന്നലും ശക്തിപ്പെട്ടു എന്നുള്ള തോന്നലുകളും ഒക്കെ നമുക്കുണ്ടാകാം. എന്നാൽ ഒരു ക്രൂശ് അനുഭവത്തിന് നിർബന്ധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നതാണ്. പ്രിയമുള്ള, ആ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം കേൾക്കുന്ന അനുഗ്രഹ വചനങ്ങൾ നമ്മളെ നമ്മുടെ ക്രൂശിന്റെ പാതയിൽ നിന്ന് വഴി തെറ്റിച്ച് കളയാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ തന്നെ ദൈവവചനത്തെ നാം മനസ്സിലാക്കണം. നാം അതിനെ വിവേചിക്കണം, കരുതണം. സത്യത്തിൽ നമുക്ക് വേണ്ടത് തന്റെ അനുയായികൾ അവരുടെ സ്വയത്തെ നിഷേധിച്ചുകൊണ്ട് യഥാർത്ഥമായും തന്നെ അനുഗമിക്കണമെന്ന് ആവശ്യപ്പെടുന്ന യഥാർത്ഥ കർത്താവിനെ തന്നെയാണ്, യേശു കർത്താവിനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. അതിൽ നിന്നൊരു കുറവില്ല, അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല. അതിനെ തന്നെയാണ് നാം പിന്തുടരുന്നത്. പത്രോസിനും മറ്റുള്ളവർക്ക് ആദ്യം ഇത് മനസ്സിലായിട്ടില്ല, എന്നിരുന്നാലും ഒടുവിൽ അവർക്ക് മനസ്സിലായി. നമുക്കും അത് മനസ്സിലാകും. ഇന്ന് യേശു നമ്മിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളാകില്ലായിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഇന്ന് രാത്രി വചനം കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നത്. ക്രൂശുമെടുത്ത് യേശുവിനെ അനുഗമിക്കണമെന്നും നമുക്കറിയാം. എന്നാൽ നമ്മൾ അത് ഏറ്റെടുത്തിട്ടുണ്ടോ? ദിവസവും അത് വഹിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ എത്തട്ടെ. അതുപോലെ തന്നെ സർവ്വലോകത്തെക്കാളും വിലയേറിയ ആത്മാവിന്റെ മൂല്യത്തെക്കുറിച്ച് നമുക്കറിയാമായിരുന്നു. ഇന്ന് രാത്രി ചില കാര്യങ്ങൾ ഞാൻ പറയുകയും ചെയ്തു.
എന്നാൽ നമ്മൾ അതിനെ മനസ്സിലാക്കിയതുപോലെയാണോ ജീവിക്കുന്നതെന്ന് പരിശോധിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. ക്രിസ്തുവിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളത് പ്രസംഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ സന്തോഷത്തോടെ അതിനായി കാത്തിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, അതായത് ക്രൂശിന്റെ പാതയിൽ തന്നെ സഞ്ചരിക്കുന്നവർ, ആ ചോദ്യങ്ങൾക്കെല്ലാം അതെ 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 എന്ന് ഉത്തരം നൽകും. അത് മാത്രമേ അവർക്ക് ഉത്തരമാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഈ തിരുവചന ചിന്തയുടെ മുമ്പിൽ നാം നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഉത്തരവും അതേ എന്ന് തന്നെ ആകട്ടെ. ദൈവവചനങ്ങളാൽ നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമവിടെ, ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവനദേശം. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവനദേശം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം, മൽപ്രേമകാന്തനെ